നഷ്ടപ്പെട്ട പല്ലുകൾ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരുപാട് പേരുടെ സംശയമാണിത്. വേദന വരുമ്പോൾ തന്നെ പല്ലെടുത്തു കളയുന്ന പ്രവണത കുറച്ചു കാലം മുന്നേ വരെ കൂടുതലായി കാണപ്പെട്ടിരുന്നു. വേദന വന്ന പല്ലുകൾ റൂട്ട് കനാല് ചെയ്ത് സംരക്ഷിക്കാതെ ഇരുന്നാൽ ക്രമേണ അത് പൊടിഞ്ഞ് റൂട്ട് സ്റ്റെംസ് അഥവാ കുറ്റിപ്പല്ലായി മാറുകയും എടുത്തു കളയേണ്ടതായ സാഹചര്യവും ഉണ്ടായേക്കാം. മോണരോഗം കാരണവും പല്ലുകൾ നഷ്ടപ്പെട്ടേക്കാം. ഇങ്ങനെ നഷ്ടപ്പെടുന്ന പല്ലുകൾ റീപ്ലേസ് ചെയ്യാതിരുന്നാൽ അഡ്ജസന്റ് ടൂത്ത്, അതായത് നഷ്ടപ്പെട്ട പല്ലുകൾക്ക് ഇരുവശവുമുള്ള പല്ലുകൾ ആ സ്പേസിലേക്ക് ചരിഞ്ഞു നീങ്ങുന്നതായി കാണാം. ഇങ്ങനെ ചരിഞ്ഞു നീങ്ങുന്ന പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടാവുകയും അവിടെ ഫുഡ് ലോഡ്ജ്മെന്റ് ഉണ്ടാവുകയും പല്ലുകൾക്ക് കേട് സംഭവിക്കുകയും ചെയ്തേക്കാം. പല്ല് നഷ്ടപ്പെട്ടാൽ പ്രോപ്പറായി ഒക്ലൂഷൻ ഇല്ലാത്തത് കാരണം ഒപ്പോസിംഗ് ടൂത്ത് സുപ്രാ ഇറപ്റ്റഡ് ആകാൻ, അതായത് താഴോട്ട് ഇറങ്ങി വരാൻ കാരണമാകുന്നു. ഇത് കാലക്രമേണ ആ പല്ലും നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചേക്കാം. ഒന്നിൽ കൂടുതൽ പല്ലുകൾ നഷ്ടപ്പെട്ടാൽ അത് റീപ്ലേസ് ചെയ്യാതിരുന്നാൽ കവിളുകൾ ഒട്ടുന്നതിനും പ്രായമാകുന്നതിന് മുന്നേ തന്നെ ഏജ്ഡ് ആയ അപ്പിയറൻസ് ഉണ്ടാകുന്നതിനും പ്രോപ്പറായി ഡൈജഷൻ നടക്കാതിരിക്കുന്നതിനും ജോയിന്റ് പെയിൻ ഉണ്ടാകുന്നതിനും കാരണമായേക്കാം. എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ട പല്ലുകൾ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ സാധിക്കുക? റിമൂവബിൾ പാർഷ്യൽ ഡെഞ്ചർ, അതായത് ഊരിവെക്കാവുന്നതായ സെറ്റ് പല്ലുകൾ. രണ്ടാമത് ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ, അതായത് ഡെന്റൽ ബ്രിഡ്ജസ്. നഷ്ടപ്പെട്ട പല്ലുകൾക്ക് ഇരുവശവുമുള്ള പല്ലുകൾ രാഗി ചെറുതാക്കി ഈ പല്ലുകളുടെ സപ്പോർട്ടോടെ പല്ല് ഫിക്സ് ചെയ്യുന്ന രീതിയാണ് ഫിക്സ്ഡ് പാർഷ്യൽ ഡെഞ്ചർ. അടുത്തതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയ രീതി, ഡെന്റൽ ഇംപ്ലാന്റ്, അതായത് എല്ലുകൾക്കിടയിലേക്ക് ഒരു സ്ക്രൂ ഇറക്കി വെച്ച് അതിലേക്ക് പല്ല് ഘടിപ്പിക്കുന്ന രീതി.